ഈ അമേരിക്കയിൽ ഇപ്പം നടന്നൊരു കൊലപാതകം, അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അപ്പം അതിനകത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ കണ്ടു. ഇത് ചാർലി കിർക്ക് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ചർച്ചാ വിഷയമായത്. ഇത് അമേരിക്കയിലെ ഏതൊരു ദിവസവും പോലെ ഒരു ദിവസം മാത്രമാണ് എന്നവർ പറയുന്നുണ്ട്. ഇത് അവിടെ അതായത് ഈ പറയുന്ന കോളേജിൽ നടന്ന കൊലപാതകം നടന്നപ്പോൾ ഈ പല വിദ്യാർത്ഥികളും വന്ന് ചാനലിൽ ഇങ്ങനെ അവരുടെ ഇത് പറയുന്നുണ്ട്, അവരുടെ ഭീതി അനുഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ താഴെ വന്ന് യൂട്യൂബിൽ കമൻ്റ് ഇടുന്നത്, സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെയാണ് സ്കൂൾ കുട്ടികൾക്ക് ഇതുപോലെയാണ് തോന്നിയിരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാർലി കിർക്കിനോടുള്ള ദേഷ്യവും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഈ ഗൺ അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ, ഈ ഗൺ റൈറ്റ്സിൻ്റെ ഒരു വക്താവായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ ഇതിൽ ചാർലി കിർക്കിനെ വധിച്ച അയാളെ പിടികൂടിയിട്ടുണ്ട്. ഇദ്ദേഹം ട്രംപിൻ്റെ അനുകൂലിയാണെന്നാണ് പറയുന്നത്, അനുകൂലിയായിരുന്നു എന്നാണ് പറയുന്നത്. ടൈലർ റോബിൻസൺ എന്താണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പോലീസുകാരനാണെന്ന് അറിയുന്നത് അദ്ദേഹമാണ്. അയാളാണ് ഇവനെ രഹസ്യമായി പിടിച്ച് ഹാജരാക്കി. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് എതിർ പാർട്ടിയിലുള്ള ഒരാളായിരിക്കും ഇത് ചെയ്തത് എന്നാണ് വിചാരിച്ചത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല, അതേ ട്രംപിൻ്റെ തന്നെ അനുകൂലിയാണ് ട്രംപിൻ്റെ തന്നെ മറ്റൊരു സപ്പോർട്ടറിനെ ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ, ലോകത്തിലെ ഒരു പുതിയ ട്രെൻഡ് തന്നെ, നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെ പുതിയ ജനറേഷൻ കലഹിച്ചു തുടങ്ങുക, വലിയ തോതിൽ കലാപം കൂട്ടുക എന്നുള്ള ലോകത്തിലെ ഇപ്പോൾ എല്ലായിടത്തും ചിലയിടത്തത് വളരെ സമർത്ഥമായിട്ട് നമ്മൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റോ സാമ്രാജ്യത്വമോ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചിലയിടത്ത്. പക്ഷേ ഇത് സ്പോണ്ടാനിയസ് ആയിട്ട് വരുന്നൊരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റ് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഈ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ടേണിംഗ് പോയിന്റ് റിപ്പബ്ലിക്കൻസിനും എതിരാണ്, ഡെമോക്രാറ്റ്സിനും എതിരാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവർക്കൊരു പരമ്പരാഗത രീതിയുണ്ട്. ലോകത്തിലെല്ലായിടത്തും രാഷ്ട്രീയക്കാർ പരമ്പരാഗത രീതി സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള രണ്ട് അപകടം എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റിക്സിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, മീൻസ് ഒരു തിരുത്തലുണ്ടാവില്ല, കറക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ല. അമേരിക്കക്കാണെങ്കിൽ നമ്മളെപ്പോലെ ബഹുരാഷ്ട്രീയ കക്ഷിയല്ല, ബഹുജനാധിപത്യം അങ്ങനെ ഇല്ല, രണ്ട് പാർട്ടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ UDF ഐദർ UDF ഓർ LDF എന്ന് പറയും പോലെ തന്നെയാണ് ഇവർക്ക്, ഐദർ ഡെമോക്രാറ്റ്സ് ഓർ റിപ്പബ്ലിക്കൻസ്. ഇത് ഏത് മാറി വന്നാലും രാഷ്ട്രീയത്തിലെ സംസ്കാരം ഒരുപോലെയാണ്, ഇവരുടെ രീതി ഒന്നാണ്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നയപരിപാടികളിൽ അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുമ്പോൾ നടത്തുന്ന വാഗ്വാദങ്ങളല്ലാതെ അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല. അമേരിക്കയുടെ വിദേശ നയത്തിൽ മൗലികമായ മാറ്റം വരുന്നില്ല. ഒന്നെടുത്ത് നോക്കൂ, ബുഷിൽ നിന്ന് ട്രംപിലേക്ക് എന്ത് മാറ്റം വന്നത്? ട്രംപ് വിളിച്ചു പറയുന്ന വിവരക്കേട് ഒഴിച്ചാൽ അടിസ്ഥാന നയങ്ങളിൽ മാറ്റമില്ലല്ലോ. അപ്പോൾ അതിനെതിരായിട്ട് അവിടെ ഇപ്പോൾ ശക്തിപ്പെട്ട് വരുന്നത് ഈ ടേണിംഗ് പോയിൻ്റാണ്. അടുത്ത കാലം 2012 തൊട്ടാണത്, 10-12 ഒരു വ്യാഴവട്ടക്കാലമായി. ഇന്നലെ അങ്ങോട്ട് പൊട്ടി മുളച്ചതല്ല. അപ്പോൾ അടിസ്ഥാന കാരണം ഈ അസംതൃപ്തിയാണ്. റിപ്പബ്ലിക്കൻസ് വന്നാലും ഡെമോക്രാറ്റ്സ് വന്നാലും കോരന് കഞ്ഞി കുമ്പിളി തന്നെ എന്ന് പറഞ്ഞ പോലെ അമേരിക്കയുടെ അടിസ്ഥാന ജനതയ്ക്ക് കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല. നയങ്ങളിൽ മാറ്റം വരുന്നില്ല, വിദേശകാര്യ നയങ്ങൾ മാറുന്നില്ല, അമേരിക്കയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നില്ല. അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു, പുറകോട്ട് പോകുന്നു, GDP കുറയുന്നു, അമേരിക്കയുടെ പ്രൊഡക്ഷൻ കുറയുന്നു, അമേരിക്കയുടെ കയറ്റുമതി കുറയുന്നു, പകരം ഇറക്കുമതി കൂടുന്നു. അതിൻ്റെ തീരുവ കൂട്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അത് കൂട്ടുന്നതിലാണ് ഇപ്പോൾ ഈ കലാപം ഉണ്ടാക്കുന്നത്. അമേരിക്ക ലോകത്തിൽ യുദ്ധം ഉണ്ടാക്കാനും പറ്റുന്നില്ല, അമേരിക്കയ്ക്ക് യുദ്ധം നിർത്താനും പറ്റുന്നില്ല. പണ്ട് യുദ്ധം ഉണ്ടാക്കുന്നത് നിർത്തുന്നതും അമേരിക്ക ആയിരുന്നല്ലോ. അപ്പോൾ ഈ ലോക പോലീസ് എന്ന ഒരു പേര് കളയുന്നു, സംസ്കാരമുള്ള ഒരു നാട് എന്ന പേര് കളയുന്നു, സമാധാനപ്രിയരായ എല്ലാവർക്കും അഭയം കൊടുത്തിരുന്ന നാട് എന്നുള്ള പേര് എല്ലാം കളയുന്നു. അപ്പോൾ അതിനെതിരായിട്ട് വന്ന ഒരു മൂവ്മെൻറ്റാണ്. നിർഭാഗ്യവശാൽ അത് ഈ രണ്ടു കൂട്ടരെക്കാളും, ഡെമോക്രാറ്റ്സിനേക്കാളും റിപ്പബ്ലിക്കൻസിനേക്കാളും യാഥാസ്ഥികരാണ് ഇവർ, വലതുപക്ഷം. അതുകൊണ്ടാണ് വലതുപക്ഷ യാഥാസ്ഥിക കക്ഷി തീവ്ര വലതാണ്. മാത്രമല്ല അവർ NGO ആയിട്ടാണ് തുടങ്ങിയത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ള NGO ആയിട്ടാണ്. പക്ഷെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് അവർ. ഇപ്പോൾ അമേരിക്കയിലെ ചില വിഷയങ്ങളുണ്ട്, ഗൺ റൈറ്റ്സ്, തോക്ക് കൈവശം വയ്ക്കാനും അത് ഉപയോഗിക്കാനുമുള്ള അവകാശങ്ങൾ, പിന്നെ അബോർഷൻ റൈറ്റ്സ്. ഇത് രണ്ടുമാണ് ഈ രണ്ട് പാർട്ടികളും തമ്മിൽ പൊതുവെ അവരുടെ മെയിൻ വിഷയം. ഇപ്പോൾ സാർ പറഞ്ഞാൽ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയം ഇത് രണ്ടുമാണ്. ഒന്ന് ആണിൻ്റെതും പെണ്ണിൻ്റെതുമാണ്, നേരെ പറയുമ്പോൾ. അപ്പോൾ ഗൺ റൈറ്റ്സിന് വേണ്ടി ബാധിച്ചവരാണ് ഇവർ. അതെ, ആ തോക്കെടുത്തവൻ തോക്കാൽ എന്ന് പറയില്ലേ, വാളെടുത്തവൻ വാളാൽ. ഗൺ റൈറ്റ്സിന് വേണ്ടി ഏറ്റവും വലിയ വാദം ഉയർത്തുകയും സ്കൂൾ കുട്ടികൾക്ക് പോലും തോക്കിന് വേണ്ടി, നമ്മൾ പറയില്ല, ഞാനൊക്കെ പറയാറുണ്ട് കുട്ടികൾക്ക്, ഇവിടെ നിങ്ങൾ ഈ പാഠപുസ്തകം ചോദിക്കുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾ വാങ്ങേണ്ട ഒരു സ്മാർട്ട് ഫോണാണ് സൗജന്യമായിട്ട് തരാൻ പറയണം. അവിടെ അതല്ല ചോദിക്കുന്നത്, തോക്കുള്ള അവകാശമാണ്. അതിന് പകരം ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം അബോർഷനാണ്. അബോർഷൻ റൈറ്റ് ആണെന്ന് അവർ വാദിക്കുന്നു. കാരണം കൗമാരപ്രായത്തിൽ തന്നെ എല്ലാവരും, മിക്കവാറും കുട്ടികൾ, ഇതൊരു ഔട്ട് ഓഫ് ഒരു ഫാഷൻ്റെ ഭാഗമായിട്ട് പ്രഗ്നൻ്റ് ആവുന്ന കുട്ടികൾ കൗമാരപ്രായത്തിൽ തന്നെ അവർക്കതൊരു പ്രധാനപ്പെട്ട ആവശ്യമായി തീരുന്നു അബോർഷൻ. അത് അവരുടെ റൈറ്റായി ആകണം, മൗലികാവകാശം. എതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ, എതിരായിരുന്നു. അത് യാഥാസ്ഥികമാണ്.
ആ നയം യാഥാസ്ഥികമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് മൗലികമായി അവിടുത്തെ ജനുവിനായി ആ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായി വന്ന ഒന്നിനെ ഇവർ എതിർത്തു. എന്നാൽ വേണമെങ്കിൽ എല്ലാവരും ചേർന്ന് നിരോധിക്കണമായിരുന്ന ഒന്നാണ് സ്റ്റുഡൻസിന്റെ കയ്യിലൊക്കെ തോക്ക് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഇയാൾ വാദിക്കുകയും ചെയ്തു. അവർ രണ്ടും വാദിക്കുകയും ചെയ്തു മാത്രമല്ല, ഒരു വളരെ എന്താ പറയുക അപക്വമായ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ റൈറ്റ്സ് വരാൻ വേണ്ടി വർഷാവർഷം കുറച്ച് പേര് അങ്ങ് മരിച്ചു പോയാലും കുഴപ്പമില്ല, ഈ ഗൺ റൈറ്റ്സിലെ അങ്ങനെ അതാണ് മരിച്ചുപോയെങ്കിൽ അങ്ങനെ തന്നെ അതൊരു ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. അയാൾ പറയുന്നുണ്ട് ഒരു ഓപ്പറേഷനിൽ കുറച്ച് ബ്ലഡ് പോകും എന്നൊക്കെ അയാൾ വളരെ മനോഹരം. പിന്നെ പറയുന്ന രീതി ഇപ്പം അയാൾ കണ്ടില്ലേ. അപ്പോൾ ഇയാൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, ഇയാൾ തന്നെ കൊടുത്ത ആയുധം കൊണ്ട് ഇയാൾ തന്നെ ഇളക്കി വിട്ടു. അയാൾ ആരെ ഇളക്കിയത്? സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയാണ് ഇളക്കിയത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മുദ്രാവാക്യം എത്തിയത്. അവരുടെ മൂവ്മെൻ്റാണ് ടേണിംഗ് പോയിന്റ്. ഈ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അയാൾക്ക് ഭയങ്കര ജനസ്വാധീനമുള്ള മേഖല. അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കോളേജുകളിലുമാണ് ഇയാളുടെ സ്വാധീന മേഖല. ആ യൂണിവേഴ്സിറ്റിയിൽ 3000-ലേറെ പേര്, 3000-ലേറെ കുട്ടികൾ ഒരാളുടെ സ്പീച്ച് കേൾക്കാൻ 2025 വരണമെങ്കിൽ എന്താ സ്ഥിതി? അപ്പോൾ അത്രയേറെ സ്വാധീനമുണ്ട് ഇയാൾക്ക്. 31 വയസ്സേ ഉള്ളൂ. 31-ൽ താഴെ ഉള്ളൂ. 31 വയസ്സേ ഉള്ളൂ, ശരിയാ. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇയാളുടെ തന്നെ ആശയത്തിൽ പ്രചോദിതരായ കുട്ടികൾ ഇയാൾക്കെതിരെ തന്നെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഈ വരുണാസ്ത്രം പോലെ തിരിച്ചു വരികയാണ് ഇയാൾക്ക്. ഒരു ആശയത്തിനോട് യോജിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇയാളെ ഒടുവിൽ ഈ കുട്ടികൾ ഇയാൾ കൊടുത്ത പുതിയ മുദ്രാവാക്യങ്ങളെ കുട്ടികൾ തിരിച്ചറിയുമ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ വായിക്കുമ്പോൾ ഇത് മുഴുവൻ ഫാസിസ്റ്റാണ് എന്നവർ വായിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇയാളെ വെടിവെച്ച് കൊന്നിട്ട് ഇപ്പോൾ പിടിച്ച പയ്യൻ്റെ ടൈലർ ഉണ്ടല്ലോ, എന്താണ് പേര്? ടൈലർ റോബിൻസൺ എന്ന് പറയുന്ന അവൻ്റെ പ്രായവും വളരെ ചെറുതല്ലേ, ചെറിയ പ്രായമാണ്. അതെന്ന് പറഞ്ഞാൽ ഇയാളുടെ അനുയായി ആവാനുള്ള പ്രായം. ഇയാളുടെ പ്രസംഗം കേട്ട് ആവേശം കൊണ്ട് ഒരുത്തൻ, ഇയാൾ ഉണ്ടാക്കിയ പ്രചാരണത്തിന്റെ ഭാഗമായി തോക്ക് കൈവശപ്പെടുത്തി ഒരുത്തൻ. പക്ഷേ പിന്നീട് വിയോജിപ്പുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞ ഇതേ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ തിരിച്ചറിഞ്ഞു ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് ആശയങ്ങളാണ്. എന്നിട്ട് ഈ മൂവ്മെന്റ്, ഈ പയ്യനും കുറച്ച് തീവ്രവാദികളും വിതരണം ചെയ്ത തോക്കിന്റെ തിരയിലൊക്കെ എഴുതി വെച്ചത് കണ്ടില്ലേ? ആ തിരകൾ പിടിച്ചെടുത്തപ്പോൾ പോലീസ് കാണുന്നത് തിരകൾ പോലും ക്യാമ്പയിനാണ്. തിരകൾക്ക് നമ്മൾ പറയില്ലേ, തിരകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഓരോ മുദ്രാവാക്യം. അത്തരം മുദ്രാവാക്യങ്ങൾ, ഹേ ഫാസിസ്റ്റ് കാച്ച്. അത് കൊണ്ട ഉണ്ടയിലാണ് അങ്ങനെ എഴുതിയിരുന്നത്. കൊണ്ട ഉണ്ടകളുണ്ട്. മാത്രമല്ല പകരം ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഹേ ഫാസിസ്റ്റ് കാച്ച്, ഇതാ ഫാസിസ്റ്റ്, അവനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തിരകളെ പറഞ്ഞു വിടുകയാണ്. എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് വിടുകയാണ്. വേറൊരു മുദ്രാവാക്യം കൂടി അതിൽ പണ്ടിരുന്നു, ഈ ബെല്ലാസിയാവോ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ നാടോടി പാട്ടാണ്. ബെല്ലാസിയാവോ എന്നുള്ള പാട്ട് മുസോളിനിക്കെതിരായി ഇറ്റലിയിൽ കലാപം നടക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ ആവേശപൂർവ്വം പാടി നടന്ന പാട്ടാണ്. നമ്മുടെ നാട്ടിലെ പാട്ടുണ്ടായിരുന്നല്ലോ, ഈ വന്ദേ മാതരം ഒക്കെ ദേശീയ പ്രസ്ഥാനം പാടിയിരുന്നത് പോലെ മുസോളിനിക്കെതിരായ പാട്ടാണ്. ആ പാട്ടും ഇതിലുണ്ട്, തിരകളുടെ പുറത്തുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏറ്റവും പുതിയ രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ട് ഇയാൾക്കെതിരായി ഇയാളെ ഫാസിസ്റ്റാണെന്ന് തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ഈ വേറൊരു സ്വകാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇയാളൊരു ഭീഷണിയാണെന്ന് വൈറ്റ് ഹൗസിൻ്റെ അന്തഃപുരങ്ങളിൽ പലപ്പോഴും ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ആര്? കിർക്ക്. ഇദ്ദേഹം, ചാർലി കിർക്ക്, ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കക്ക് ഭീഷണിയാകും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് ട്രംപ് പറഞ്ഞതായിട്ട് വാർത്തകളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ ആരാണ് ട്രംപിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത് എന്നിപ്പോൾ ക്ലിയർ അല്ല. പക്ഷേ അയാളെ കൊന്നതിനെ ട്രംപ് വലിയ തോതിൽ അപലപിച്ചിരുന്നില്ല. ശ്രദ്ധിച്ചോ? അത് വാർത്തകളിൽ ട്രംപിന്റെ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ, അച്ഛൻ മുൻകൈ എടുത്താണ് പിടിച്ചു കൊടുത്തത്. പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവനെ അത് ആദ്യം പറഞ്ഞത് അവിടുത്തെ ഗവർണറാണ്, എന്താണ് അയാളുടെ പേര്? ട്രംപ് അവിടുത്തെ ഗവർണർ സ്പെൻസർ കോക്സ്, ഈ യൂട്ടായിലെ ഗവർണർ സ്പെൻസർ കോക്സ് പറയുന്നുണ്ട് ഇയാൾക്ക് വധശിക്ഷ കൊടുക്കണം, അവനെ വിടൂല എന്ന് പറയുന്നില്ല. പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, ശരിയാണ്, അവനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഈ ബെല്ലാസിയാവോ എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഗുഡ് ബൈ ബ്യൂട്ടിഫുൾ എന്നാണ്. നീ മനോഹരമായ പലതും ഞങ്ങൾ, എത്ര മനോഹരം നമുക്ക് അർത്ഥം ആലോചിച്ച് നോക്കൂ. നീയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, നീയാണ് എനിക്ക് മനോഹരമായ സ്വപ്നങ്ങൾ തന്നത്, ഒടുവിൽ ഞാൻ തിരിച്ചറിയുന്നു നീ എനിക്ക് തന്നെ എതിരാണ്, അതുകൊണ്ട് നീ ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ഗുഡ് ബൈ, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. കാവ്യാത്മകമായ ഒരു കൊലപാതകമാണത്. അപ്പോൾ ആ കൊലപാതകത്തിൻ്റെ ചിത്രമാണ്, ആ കൊലപാതകത്തിൻ്റെ വാർത്തയാണ്
ഈ ഇന്നത്തെ ലോകമാധ്യമങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജാമ്യമില്ലാത്ത അറസ്റ്റാണ്. ഈ യൂട്ടാ കൗണ്ടി നഗരത്തിൻ്റെ പേര്, അവിടുത്തെ ജയിലിൽ അദ്ദേഹത്തെ അടച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ ഇനി കേൾക്കാനിരിക്കുന്നു എന്നതാണ്. എന്തായാലും അമേരിക്ക മാറുന്നു. ഈ ചാർലി ഒരു കാര്യം കൂടെ പെട്ടെന്ന് നോക്കുന്നത്, അതായത് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരാൾ ഒരു പക്ഷേ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇതിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ ചോദ്യം വളരെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചാർലി കിർക്കിൻ്റെ മരണത്തിനെ പറ്റി ചാർലി കിർക്കിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? അതെ, കൗതുകം നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യം പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ. അത് മാത്രമേ നമുക്കിപ്പോൾ കാവ്യാത്മകമായിട്ട് തിരിച്ച് ഒരു കാവ്യബിംബം പോലെ തിരിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.